എനിക്കും എന്റെ കുടുംബത്തിനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടാണ് ഞാൻ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ നോക്കി. എന്നിട്ടും നിർത്തിയിട്ടില്ല. ഇപ്പോഴും ഓൺലൈനിൽ ഓരോരുത്തർ യൂട്യൂബിൽ അവർക്ക് തോന്നുന്നത് പറയാ ചെയ്യുന്നത്. സലീം ആത്മഹത്യ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. അവരാദ്യമായിട്ടൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് അവർക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് പറയാണ്. ഒരിക്കലും ഇത് ഇനിങ്ങനെ സംസാരിച്ചിട്ട് സ്വയം കീറി മുറിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും സോഷ്യൽ മീഡിയ നിരന്തരമായിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. നിർഭാഗ്യവശാൽ അവിടെയും അവരെ ദൈവം തോൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. കാരണം അന്ന് തന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, തന്നെ കെട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച ഒരാളുണ്ടായിരുന്നു അല്ലെ. അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടുള്ള ഇപ്പോഴത്തെ MLA സിദ്ദീഖ് എന്ന് പറയുന്ന മനുഷ്യനാണ് ആ ടീമിനെ സഹായിച്ചത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായിട്ടാണ് ജസ്ന സലീം ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു കൂട്ടം ഹിന്ദുക്കളും ഒരു